Good morning, students. I am your English teacher. Today onwards, we are moving on to our first lesson. You all are new faces for me. Hope you all are fine. Anyway, let's begin. So, our first unit consists of 3 chapters. The first one, the story of my life. It is an autobiographical work written by Helen Keller. And the second one, the story of Brooklyn Bridge. It speaks about the construction of a bridge. It's an article relating to the construction of a bridge. Then the third chapter, a poor woman learns to write. It's a wonderful poem written by the famous Canadian poet Margaret Atwood. She speaks about the struggle of a poor woman who is not able to write her own name. In the end of the poem, you can see that woman learns to write her own name without the help of anybody. So all these lessons are speaking about the struggles faced by the heroes of heroines mentioned in the work. So these works are very inspiring and it gives a wonderful inspiration to those learners who are learning like you. Okay, so let us start with our first lesson. ഇപ്പോൾ നമുക്ക് ഹെലൻ കെല്ലറുടെ സ്റ്റോറി ഓഫ് മൈ ലൈഫ് നോക്കാം. So first of all, let's start with an introduction about the author. So Helen Keller, she was born in 1880 and died in 1968. She is remembered as an advocate for people with disabilities. She was born in Alabama, America. She became deaf and blind when she was 19 months. Helen learned to communicate with the help of her teacher, Anne Sullivan. She has authored 12 books and numerous articles, including her autobiography, The Story of My Life, written at the age of 22. In 1984, her life story was made into a movie named The Miracle Continues. ഇപ്പോൾ ഇവിടെ പറയുന്നത് എന്താ, ഹെലൻ കെല്ലർ ജനിച്ചത് 1880-ലാണ്, മരിച്ചത് 1968. ഇപ്പം പുള്ളിക്കാരി ഇങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ അറിയപ്പെട്ടിരുന്നത് അല്ലെങ്കിൽ ഓർമ്മിക്കപ്പെട്ടിരുന്നത് എന്ന് പറഞ്ഞാൽ ആസ് ആൻ അഡ്വക്കേറ്റ് ഓഫ് പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ്. അപ്പം പുള്ളിക്കാരെ കണ്ടിരുന്നത് എന്ന് വെച്ചാൽ ഡിസബിലിറ്റി ഉള്ള ആളുകൾ, എന്തെങ്കിലും ശാരീരിക വൈകല്യമുള്ള ആളുകളുടെ ഒരു വക്താവ്, ഒരു അഡ്വക്കേറ്റ് ആയിട്ടാണ് ഈ ഹെലൻ കെല്ലറെ എല്ലാവരും ഓർമ്മിച്ചിരുന്നത്. ഷീ വാസ് റിമെമ്പേർഡ് ആസ് ആൻ അഡ്വക്കേറ്റ് ഓഫ് പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ്. ഷീ വാസ് ബോൺ ഇൻ അൽബാമ, അമേരിക്ക. അപ്പോൾ അമേരിക്കയിലെ അൽബാമയിലാണ് ഈ സ്ത്രീ ജനിച്ചത്. ഷീ ബിക്കെയിം ഡെഫ് ആൻഡ് ബ്ലൈൻഡ് വെൻ ഷീ വാസ് 19 മന്ത്സ്. അപ്പോൾ 19 മാസം പ്രായമുള്ളപ്പോൾ ചെവി കേൾക്കത്തില്ലാതെയും അതുപോലെ തന്നെ അന്ധയുമായി മാറി. ഡെഫ് മീൻസ് ചെവി കേൾക്കത്തില്ലാത്ത, ബ്ലൈൻഡ് നിങ്ങൾക്കറിയാലോ, കണ്ണ് കാണില്ലാത്ത. അപ്പം കണ്ണിൻ്റെ കാഴ്ചയും കേൾവി ശക്തിയും 19 മാസത്തിനുള്ളിൽ തന്നെ, ജനനത്തിന് ശേഷം 19 മാസത്തിനുള്ളിൽ തന്നെ പുള്ളിക്കാരിക്ക് നഷ്ടമായി. ഹെലൻ ലേൺഡ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹർ ടീച്ചർ. അപ്പോൾ ഹെലൻ്റെ ജീവിതത്തിൽ ഉടനീളം സഹായിച്ചിട്ടുള്ള ഒരു അധ്യാപികയാണ് ആൻ സള്ളിവൻ. അപ്പം ആ ടീച്ചറിൻ്റെ സഹായത്തോടു കൂടിയാണ് ഹെലൻ കാര്യങ്ങളെ പഠിച്ചത്. ഷീ ഹാസ് ഓതേർഡ് 12 ബുക്സ് ആൻഡ് ന്യൂമറസ് ആർട്ടിക്കിൾസ് ഇൻക്ലൂഡിങ് ഹെർ ഓട്ടോബയോഗ്രഫി. അപ്പം പുള്ളിക്കാരത്തേക്ക് ഇങ്ങനെ കണ്ണ് കാണത്തില്ലായിരുന്നുവെങ്കിലും 12 ബുക്കുകളും അതുപോലെ തന്നെ ഒരുപാട് ന്യൂമറസ് ആർട്ടിക്കിൾസ്, ന്യൂമറസ് എന്ന് പറഞ്ഞാൽ ഒരുപാട്, ഒത്തിരി ആർട്ടിക്കിളുകളും എഴുതാൻ പുള്ളിക്കാരിക്ക് പറ്റി. അതുപോലെ തന്നെ പുള്ളിക്കാരത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയും ഇതിൽ പെടുന്നു. ഓട്ടോബയോഗ്രഫി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ആത്മകഥയാണ്. ബയോഗ്രഫി എന്ന് പറഞ്ഞാൽ ജീവചരിത്രം. ഓട്ടോബയോഗ്രഫിക്ക് മറ്റൊരു വാക്കാണ് മെമ്മയർ എന്ന് പറയുന്നത്. മെമ്മയർ എന്ന് വെച്ചാൽ ഓട്ടോബയോഗ്രഫി എന്ന് വെച്ചാലും ആത്മകഥയാണ്. ഓക്കെ, ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് റിട്ടൺ അറ്റ് ദ ഏജ് ഓഫ് 22. അപ്പം ഈ സ്ത്രീക്ക് 22 വയസ്സുള്ളപ്പോൾ ആണ് ഈ ആത്മകഥ എഴുതുന്നത്. അതായത് കുട്ടിക്കാലം തൊട്ടുള്ള കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു പുള്ളിക്കാരി ഒരുപാട് സഹായിച്ച് സപ്പോർട്ട് ചെയ്ത ഒരു ടീച്ചറാണ് ആൻ സള്ളിവൻ. ആ ടീച്ചറിൻ്റെ സഹായത്തോടു കൂടിയാണ് ഒരുപാട് ബുദ്ധിമുട്ടുകളിൽ നിന്നും ഇങ്ങനെയുള്ള ആർട്ടിക്കിളുകളൊക്കെ എഴുതാനും ബുക്കുകളൊക്കെ എഴുതാനും ഒക്കെയുള്ള ഒരു കഴിവ് ഉണ്ടാക്കിയെടുത്തത്. അല്ലെങ്കിൽ നമുക്കറിയാം വളരെ അന്ധയായിട്ടുള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ച് എപ്പോഴും ഒരു നെഗറ്റീവ് മൈൻഡ് ആയിരിക്കും. അപ്പം നിന്നൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഒരു ഒപ്റ്റിമിസ്റ്റിക് ആറ്റിറ്റ്യൂഡ് കിട്ടിയത് ഈ ടീച്ചറിൻ്റെ സഹായത്തോടു കൂടിയാണ്. ഈ ഹെലൻ കെല്ലറിൻ്റെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനിച്ചൊരു വ്യക്തിയാണ് ആൻ സള്ളിവൻ. അതുപോലെ തന്നെ ഹെലൻ കെല്ലറിൻ്റെ സ്റ്റോറി ഒരു സിനിമയായിട്ട് ഇറക്കിയിട്ടുണ്ട്. ആ സിനിമയുടെ പേരാണ് ദ മിറാക്കിൾ കണ്ടിന്യൂസ്. മിറാക്കിൾ എന്ന് പറഞ്ഞാൽ അത്ഭുതം, അതായത് അത്ഭുതം തുടർന്നു കൊണ്ടേ ഇരിക്കുന്നു. ഓക്കെ,
നമുക്ക് ഫസ്റ്റ് പാരഗ്രാഫ് നോക്കാം. It is with a kind of fear that I begin to write the history of my life. I have, as it were, a superstitious hesitation in lifting the veil that clings about my childhood like a golden mist. The task of writing an autobiography is a difficult one. ഇപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഇറ്റ് ഈസ് വിത്ത് എ കൈൻഡ് ഓഫ് ഫിയർ ദാറ്റ് ഐ ബിഗിൻ ടു റൈറ്റ് ദ ഹിസ്റ്ററി ഓഫ് മൈ ലൈഫ്. ഞാൻ നേരത്തെ പറഞ്ഞ ഓട്ടോബയോഗ്രഫി എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ പറ്റി തന്നെ എഴുതുന്നതാണ് ഓട്ടോബയോഗ്രഫി, ആത്മകഥ. അപ്പം ഇവിടെ ഹെലൻ കെല്ലർ ആത്മകഥ തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്: ഞാൻ ഇച്ചിരി ഭയത്തോടു കൂടിയാണ് ഞാൻ ഈ ആത്മകഥ എഴുതുന്നത്. ഫിയർ, ഭയം. ഇറ്റ് ഈസ് വിത്ത് എ കൈൻഡ് ഓഫ് ഫിയർ. കൈൻഡ് ഓഫ് ഫിയർ മീൻസ് ഒരു തരം ഭയം. ഐ ബിഗിൻ ടു റൈറ്റ് ദ ഹിസ്റ്ററി ഓഫ് മൈ ലൈഫ്. എൻ്റെ ജീവിത ചരിത്രം എഴുതുന്നത് ഞാൻ ഇച്ചിരി ഭയത്തോടു കൂടിയാണെന്ന് ഹെലൻ കെല്ലർ പറയുന്നു. ഐ ഹാവ് ആസ് ഇറ്റ് വെയർ എ സൂപ്പർസ്റ്റീഷ്യസ് ഹെസിറ്റേഷൻ. സൂപ്പർസ്റ്റീഷ്യസ് എന്ന് വെച്ചാൽ ഒരു അന്ധവിശ്വാസം എന്നൊക്കെ പറഞ്ഞത്. സൂപ്പർസ്റ്റീഷ്യസ് ഹെസിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇതൊരു അന്ധവിശ്വാസപരമായിട്ടുള്ളൊരു ഭയം. ഹെസിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഭയം. ഐ ഹാവ് ആസ് ഇറ്റ് വെയർ എ സൂപ്പർസ്റ്റീഷ്യസ് ഹെസിറ്റേഷൻ ഇൻ ലിഫ്റ്റിംഗ് ദ വെയിൽ. ലിഫ്റ്റിംഗ് എന്ന് വെച്ചാൽ ഉയർത്തുക അല്ലെങ്കിൽ മാറ്റുക. ലിഫ്റ്റിംഗ് ദ വെയിൽ. വെയിൽ എന്ന് വെച്ചാൽ മൂടുപടം. നമ്മൾ ഈ ചില സ്ത്രീകളൊക്കെ, ഇപ്പോൾ മുസ്ലിം സ്ത്രീകളൊക്കെ തലയിൽ ഇങ്ങനെ മുഖം മൂടുന്ന തരത്തിന് വസ്ത്രം ധരിക്കാറുണ്ട്. അതിനെയാണ് വെയിൽ എന്ന് പറയുന്നത്, മൂടുപടം. ഓക്കെ, അപ്പം ഹെലൻ കെല്ലർ പറയുന്നുണ്ട് ഐ ഹാവ് ആസ് ഇറ്റ് വെയർ എ സൂപ്പർസ്റ്റീഷ്യസ് ഹെസിറ്റേഷൻ എന്ന് വെച്ചാൽ ഇതെനിക്ക് ഒരു അന്ധമായിട്ടുള്ളൊരു പേടിയായിരുന്നിരിക്കാം. എന്തിനാണ്? എൻ്റെ ഈ മൂടുപടം മാറ്റുന്നതിന്. ലിഫ്റ്റിംഗ് ദ വെയിൽ. വെയിൽ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു മൂടുപടം. ലിഫ്റ്റിംഗ് എന്ന് വെച്ചാൽ മാറ്റുക അല്ലെങ്കിൽ ഉയർത്തുക എന്നുള്ള മീനിങ്ങാണ്. ലിഫ്റ്റിംഗ് ദ വെയിൽ ദാറ്റ് ക്ലിങ്സ്. ക്ലിങ്സ് എന്ന് വെച്ചാൽ തൂങ്ങിക്കിടക്കുക. ക്ലിങ്സ് എബൌട്ട് മൈ ചൈൽഡ്ഹുഡ് ലൈക്ക് എ ഗോൾഡൻ മിസ്റ്റ്. അപ്പം പുള്ളിക്കാരി ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ കുട്ടിക്കാലത്തെ ആ വൈകല്യങ്ങൾ ബാധിച്ച ആ ഒരു കാലഘട്ടം, അതിനെ മറികടക്കുന്ന ഒരു സിറ്റുവേഷനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പം ഒരു ഗോൾഡൻ മിസ്റ്റ് പോലെ എന്നെ ബാധിച്ച എൻ്റെ ഈ ഡിസബിലിറ്റീസ്, ആ ഡിസബിലിറ്റീസ് ആകുന്ന ആ മൂടുപടം എടുത്തു മാറ്റുന്നതിനെ പറ്റിയാണ് ഹെലൻ കെല്ലർ ഇവിടെ പറയുന്നത്. ദ ടാസ്ക് ഓഫ് റൈറ്റിംഗ് ആൻ ഓട്ടോബയോഗ്രഫി ഈസ് എ ഡിഫിക്കൽട്ട് വൺ. ദ ടാസ്ക് ഓഫ് റൈറ്റിംഗ് ആൻ ഓട്ടോബയോഗ്രഫി ഈസ് എ ഡിഫിക്കൽട്ട് വൺ എന്ന് വെച്ചാൽ ഈ ഒരു ആത്മകഥ എഴുതുക എന്ന പ്രവൃത്തി, ടാസ്ക് എന്ന് വെച്ചാൽ പ്രവൃത്തി, റൈറ്റ്. ആത്മകഥ എഴുതുക എന്ന് പറയുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടേറിയ ഒന്നാണ്. ഇറ്റ് ഈസ് എ ഡിഫിക്കൽട്ട് വൺ. ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടേറിയ, പ്രയാസമുള്ള ഒന്നാണ്. അപ്പോൾ ഇതാണ് ഈ ഫസ്റ്റ് പാരഗ്രാഫിൻ്റെ അർത്ഥം. ഓക്കെ, രണ്ടാമത്തെ പാരഗ്രാഫ് എന്ന് വെച്ചാൽ വെൻ ഐ ട്രൈ ടു ക്ലാസിഫൈ മൈ ഏർലിയസ്റ്റ് ഇംപ്രഷൻസ് ഐ ഫൈൻഡ് ദാറ്റ് fact and fancy look alike across the years that link the past with the present, and the woman paints a child's experience in her own fantasy. ഇപ്പം പുള്ളിക്കാർ പറയുകയാണ്, ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏർലിയസ്റ്റ് ഇംപ്രഷൻസ് വെൻ ഐ ട്രൈ ടു ക്ലാസിഫൈ, ഞാൻ എൻ്റെ ജീവിതത്തിലെ പല മുൻ അനുഭവങ്ങളും, ഏർലിയസ്റ്റ് ഇംപ്രഷൻസ് എന്നുള്ളതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് നേരത്തെയുള്ള പല അനുഭവങ്ങളും ഞാൻ തരംതിരിക്കാൻ തുടങ്ങിയപ്പോൾ, വെൻ ഐ ട്രൈ ടു ക്ലാസിഫൈ മീൻസ് ഡിവൈഡ് ചെയ്യുക, തരംതിരിക്കുക. അപ്പം എൻ്റെ ജീവിതത്തിലെ പല മുൻ അനുഭവങ്ങളും ഞാൻ തരംതിരിക്കാൻ തുടങ്ങിയപ്പോൾ ഐ ഫൈൻഡ് ദാറ്റ് ഫാക്റ്റ് ആൻഡ് ഫാൻസി. ഫാക്റ്റ് എന്ന് വെച്ചാൽ വസ്തുത അല്ല പ്രസ്താവന. ഫാൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ കെട്ടുകഥ. ലുക്ക് എലൈക്ക് അക്രോസ് ദ ഇയേഴ്സ് ദാറ്റ് ലിങ്ക് ദ പാസ്റ്റ് വിത്ത് ദ പ്രസൻറ്റ്. അപ്പോൾ പുള്ളിക്കാർ പറയാണ്, എൻ്റെ ജീവിതത്തിലെ പല മുൻ അനുഭവങ്ങളും നോക്കിയപ്പോൾ അവിടെ കാണുന്നത് എന്ന് വെച്ചാൽ എനിക്ക് പ്രസ്താവനകളും ഫാക്റ്റും അതുപോലെ തന്നെ ഫാൻസിയും ഒരുപോലെയാണ് തോന്നുന്നത്. ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രസ്താവനയാണെന്ന് പറഞ്ഞു, എന്ന് വെച്ചാൽ വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ, റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ഫാൻസി എന്ന് വെച്ചാൽ കെട്ടുകഥ അല്ലെങ്കിൽ സാങ്കല്പികപരമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് രണ്ടും എനിക്ക് ഒരുപോലെയാണ് എൻ്റെ ജീവിതത്തിൽ തോന്നുന്നതെന്ന് പറയുന്നു. എപ്പോഴാണ്? ഞാൻ പാസ്റ്റിനെ പ്രസൻറ്റുമായിട്ട് കണക്ട് ചെയ്യാൻ തുടങ്ങിയപ്പം. പാസ്റ്റ് എന്ന് വെച്ചാൽ എന്താ? കഴിഞ്ഞ കാലത്തിനെ ഇന്നത്തെ കാലവുമായിട്ട്, അല്ലെങ്കിൽ എൻ്റെ പഴയകാല മെമ്മറീസിനെ ഇന്നത്തേതുമായിട്ട് ഒന്നിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചപ്പം എനിക്ക് തോന്നിയത് എന്ന് വെച്ചാൽ ഒരു കെട്ടുകഥയും അതുപോലെ തന്നെ പ്രസ്താവനയും ഒരുപോലെ എന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അത് തമ്മിലൊരു വ്യത്യാസം കാണാൻ എനിക്ക് സാധിച്ചില്ല. ദ വുമൺ പെയിൻറ്റ്സ് എ ചൈൽഡ്സ് എക്സ്പീരിയൻസ് ഇൻ ഹെർ ഓൺ ഫാൻറ്റസി. അപ്പം ഇവിടെ ഹെലൻ കെല്ലർ പറയുവാണ്, ഞാനിപ്പോൾ ഒരു സ്ത്രീയാണ്. കാരണം നമ്മൾ നേരത്തെ കണ്ടു ഹെലൻ കെല്ലർ ഈ ഓട്ടോബയോഗ്രഫി എഴുതുന്ന 22-ാം വയസ്സിലാണ്.
ഇത് വുമൺ പെയിൻസ് എന്നുള്ളതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ സ്ത്രീ ചിത്രീകരിക്കുന്നത് എന്നുള്ള മീനിങ് ആണ്. വുമൺ എന്ന് ഉദ്ദേശിക്കുന്നത് സ്വയം അവളെ തന്നെയാണ് ഹെലൻ കെല്ലർ ഇവിടെ പറയുന്നത്. അതായത് ഇപ്പം ഞാനൊരു സ്ത്രീയാണ്, ഞാൻ എൻ്റെ ജീവിതകഥ പറയുകയാണ്. പക്ഷേ ആ പറയുന്നതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ സ്ത്രീ എന്ന നിലയ്ക്കല്ല, പക്ഷേ ഒരു കുട്ടിയുടെ അനുഭവത്തോടെ, എന്ന് വെച്ചാൽ ആ കുട്ടിക്കാല ഓർമ്മകളെ ഒരു കുട്ടിയുടെ രൂപത്തിൽ തന്നെയാണ് ഞാനിവിടെ പറയുന്നത്. ദ വുമൺ പെയിൻസ് ദ ചൈൽഡ്സ് എക്സ്പീരിയൻസസ് ഇൻ ഹെർ ഓൺ ഫാൻറ്റസി. ഇപ്പം നമുക്കെല്ലാവർക്കും അറിയാം, ഒരു വലുതായിട്ട് ഒരു സ്ത്രീയെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ കൂടുതൽ മച്ചുറാണ്, ഒരു കുട്ടിയുടെ മനസ്സോടുകൂടി എഴുതാൻ ബുദ്ധിമുട്ടാണ്. അപ്പം പുള്ളിക്കാരി പറയുകയാണ്, ഞാനൊരു കുട്ടി ഒരു സാങ്കല്പിക കഥ എഴുതുന്ന പോലെ, അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ സങ്കല്പത്തോടെ വിത്ത് ദ ഫാൻറ്റസി ഓഫ് എ ചൈൽഡ് ഞാൻ ഈ കഥ എഴുതുകയാണ്. അങ്ങനെയാണ് ഹെലൻ കെല്ലർ ഇവിടെ പറയുന്നത്. A few impressions stand out vividly from first years of my life. Few impressions എന്ന് പറഞ്ഞാൽ എന്താ? ഇംപ്രഷൻസ് എന്ന് വെച്ചാൽ മതിപ്പുളവാക്കുന്ന അനുഭവങ്ങൾ, മതിപ്പുളവാക്കുന്ന കാര്യങ്ങളെയാണ് ഇംപ്രഷൻസ് എന്ന് പറയുന്നത്. കുറച്ച് ഇംപ്രഷൻസ് എൻ്റെ ജീവിതത്തിൽ വന്നു. ഫസ്റ്റ് ഇയേഴ്സ് ഓഫ് മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ, അതായത് ഞാൻ കുട്ടിയായിരുന്ന സമയത്ത് എൻ്റെ ജീവിതത്തിലെ ആദ്യ കുറേ കാലത്തേക്ക്, അതായത് ഞാൻ ഈ ബ്ലൈൻഡായിട്ടും ഡെഫായിട്ടും ഒക്കെ ഇരിക്കുന്ന കാലഘട്ടങ്ങളിൽ എനിക്ക് കുറേ ആളുകളിൽ നിന്ന് പോസിറ്റീവായിട്ട് ഒരുപാട് റെസ്പോൺസസ് കിട്ടി. ബട്ട് ദ ഷാഡോസ് ഓഫ് ദ പ്രിസൺ ഹൗസ് ആർ ഓൺ ദ റെസ്റ്റ്. അപ്പം ആദ്യം പറയുന്നതെന്ന് വെച്ചാൽ എനിക്ക് പോസിറ്റീവായിട്ടുള്ള കുറേ അനുഭവങ്ങൾ കിട്ടി, അല്ലെങ്കിൽ മതിപ്പുളവാക്കുന്ന കുറേ കാര്യങ്ങൾ കിട്ടി. അവയൊക്കെ എൻ്റെ ജീവിതത്തെ വളരെയേറെ സന്തോഷിപ്പിച്ചു. പക്ഷേ അതുപോലെ തന്നെ എനിക്ക് കയ്പ് നിറഞ്ഞ അനുഭവങ്ങളായിരുന്നു പ്രിസൺ ഹൗസ് എക്സ്പീരിയൻസ്. പ്രിസൺ ഹൗസ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, ഇവിടെ പ്രിസൺ ഹൗസ് എന്ന് പറഞ്ഞാൽ ഇവിടെ പുള്ളിക്കാർ രണ്ട് വാക്കുകളെ ഒരുമിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. പ്രിസൺ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ജയിലാണ്, ഹൗസ് എന്ന് പറഞ്ഞാൽ വീട്. അപ്പോൾ പുള്ളിക്കാരത്തിൻ്റെ വീട്ടിലെ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു പ്രിസൺ ഹൗസ് എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം സെപ്പറേറ്റ് ഒരു ഔട്ട് ഹൗസ് പോലത്തെ ഒരു സെറ്റപ്പ്. അപ്പം അതിനെ ഇങ്ങനെ പ്രിസൺ ഹൗസ് എന്ന പേരിലാണ് പുള്ളിക്കാരിയോട് വിശേഷിപ്പിക്കുന്നത്. അപ്പം അവിടുത്തെ ആ ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്നകന്ന് ഒരു ഒറ്റപ്പെടലിലായിരുന്നു കഴിഞ്ഞിരുന്നത്. അപ്പം ജീവിതത്തിൽ വളരെ സന്തോഷമുള്ള അനുഭവങ്ങളുണ്ട്, പക്ഷേ അതിൽ ഇല്ലാത്ത കയ്പ് നിറഞ്ഞ സംഭവങ്ങളും നിറഞ്ഞ സ്ഥലമായിരുന്നു ജീവിതത്തിലെ പ്രിസൺ ഹൗസ്. ബട്ട് ദ ഷാഡോസ് ഓഫ് ദ പ്രിസൺ ഹൗസ് ആർ ഓൺ ദ റെസ്റ്റ്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ കയ്പ് കയറിയ ചില നിഴലുകളായിട്ട് നിൽക്കുകയാണ് ഈ പ്രിസൺ ഹൗസിലെ അനുഭവങ്ങൾ. എന്ന് വെച്ചാൽ ഞാനൊരു ഔട്ട് ഹൗസിൽ ഒറ്റപ്പെട്ട് താമസിച്ച ആ സിറ്റുവേഷനെയാണ് പുള്ളിക്കാരിയോടെ ഉദ്ദേശിക്കുന്നത്. Besides, many of the joys and sorrows of childhood have lost their poignancy, and many incidents of vital importance in my early education have been forgotten in the excitement of great discoveries. In order, therefore, not to be tedious, I shall try to present in a series of sketches only the episodes that seem to me to be the most interesting and important. ഇപ്പോൾ പുള്ളിക്കാരി പറയുകയാണ്, ബിസൈഡ്സ് മെനി ഓഫ് ദി ജോയ്സ് ആൻഡ് സോറോസ്. ജോയ്സ് എന്ന് വെച്ചാൽ എന്താ? സന്തോഷങ്ങൾ. സോറോസ് എന്ന് വെച്ചാൽ ദുഃഖങ്ങൾ. അപ്പം എൻ്റെ ജീവിതത്തിലെ പല സന്തോഷങ്ങൾക്കും ദുഃഖങ്ങൾക്കും പുറം ചൈൽഡ്ഹുഡ് ഹാവ് ലോസ്റ്റ് ദെയർ പോയിഗ്നൻസി ആൻഡ് മെനി ഇൻസിഡൻസ് ഓഫ് വൈറ്റൽ ഇമ്പോർട്ടൻസ് ഇൻ മൈ ഏർലി എഡ്യൂക്കേഷൻ ഹാവ് ബീൻ ഫോർഗോട്ടൻ ഇൻ ദി എക്സൈറ്റ്മെൻറ്റ് ഓഫ് ഗ്രേറ്റ് ഡിസ്കവറീസ്. In order, therefore, not to be tedious, I shall try to present in a series of sketches only the episodes that seem to me to the most interesting and important. ഇവിടെ പുള്ളിക്കാർ പറയുന്നതെന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ, അതിൻ്റെ ചുരുക്കം എന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ. അപ്പം ഞാനിപ്പം ജീവിതത്തിൽ കുറേ സന്തോഷം നിറഞ്ഞ അനുഭവങ്ങൾ, അതുപോലെ തന്നെ സോറോസും ജോയ്സും അങ്ങനെയുള്ള ദുഃഖങ്ങളും സന്തോഷങ്ങളുമായിട്ടുള്ള പല അനുഭവങ്ങളും എനിക്ക് പറയാനുണ്ട്. പക്ഷേ ഞാനിപ്പം ഒരു കുട്ടിയുടെ ഭാവേന ഞാനിപ്പം പഴയ കാര്യങ്ങളെ ഇങ്ങനെ ഓർത്തെടുക്കുവാണെങ്കിൽ പക്ഷേ പല കാര്യങ്ങളും ഇപ്പം വിട്ടുപോകും. മറ്റു പല കാര്യങ്ങളും ഞാനിപ്പം ഓർക്കണമെന്നില്ല. പിന്നെ എന്നെക്കൊണ്ട് ഇപ്പോൾ പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ തുടക്കം മുതൽ ഇന്ന് വരെയുള്ള കാര്യങ്ങൾ മുഴുവൻ പറയാൻ പറ്റുകയില്ല. പക്ഷേ ഒട്ടുമിക്ക ഭാഗങ്ങളും ഞാനിങ്ങനെ എപ്പിസോഡ് പോലെയാണ്, ഒരു സീരിയൽ എപ്പിസോഡൊക്കെ നമ്മൾ കാണുന്ന പോലെയാണ് എനിക്ക് അതിൻ്റെ അകത്തെ കുറച്ച് ഭാഗങ്ങൾ മാത്രം ഇപ്പോൾ എടുക്കാൻ സാധിക്കുമെന്നാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്. Next paragraph. I was born on June 27, 1880 in Tuscumbia, a little town of northern Alabama. ഇപ്പോൾ ഇവിടെ പറയുന്നത് വെച്ചാൽ ഞാൻ ജനിച്ചത് ജൂൺ 27 1880 അമേരിക്കയിലെ അൽബാമയിലെ ടസ്കംബിയ എന്ന് പറയുന്ന ഒരു ചെറിയ ടൗണിലാണ് ഞാൻ ജനിച്ചതെന്ന് ഹെലൻ കെല്ലർ പറയുന്നു. ദ ഫാമിലി ഓൺ മൈ ഫാദേഴ്സ് സൈഡ് ഈസ് ഡീസെൻറ്റഡ് എന്ന് പറഞ്ഞാൽ
ആ പരമ്പരയിൽപ്പെട്ടതെന്നുള്ള മീനിങ്ങിലാണ് ഇവിടെ. ദ ഫാമിലി ഓൺ മൈ ഫാദേഴ്സ് സൈഡ് ഈസ് ഡീസൻറ്റ്. ഡീസൻറ്റ് എന്ന് പറഞ്ഞാൽ അവരെ പിന്തുടർന്നു വന്ന് എന്ന് വെച്ചാൽ അവരുടെ ഒരു പരമ്പരയിൽപ്പെട്ട ഫ്രം കാസ്പർ കെല്ലർ, എ നേറ്റീവ് ഓഫ് സ്വിറ്റ്സർലൻഡ് ഹു സെറ്റിൽഡ് ഇൻ മേരിലാൻഡ്. അപ്പം എൻ്റെ ഫാദറിൻ്റെ ആദ്യമേ തന്നെ എൻ്റെ ഫാദറിൻ്റെ വീട്ടുകാരെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരെന്ന് പറഞ്ഞാൽ കാസ്പർ കെല്ലറുടെ ഫാമിലിയിൽപ്പെട്ടതാണ്. കാസ്പർ കെല്ലർ നേറ്റീവ് ഓഫ് സ്വിറ്റ്സർലൻഡ്, സ്വിറ്റ്സർലൻഡുകാരായിരുന്നു എൻ്റെ ഫാദറിൻ്റെ വീട്ടുകാർ. ഹു സെറ്റിൽഡ് ഇൻ മേരിലാൻഡ്. അവർ സ്വിറ്റ്സർലൻഡിൽ നിന്ന് അമേരിക്കയിലെ മേരിലാൻഡിലേക്ക് വന്ന ആളുകളാണ് എൻ്റെ ഫാദറിൻ്റെ വീട്ടുകാർ. മൈ മദർ ആർതർ എച്ച് കെല്ലർ വാസ് എ ക്യാപ്റ്റൻ ഇൻ കോൺഫെഡറേറ്റ് ആർമി ആൻഡ് മൈ ഫാദർ ആർതർ എച്ച് കെല്ലർ വാസ് എ ക്യാപ്റ്റൻ ഇൻ ദ കോൺഫെഡറേറ്റ് ആർമി. അപ്പോൾ എൻ്റെ ഫാദർ എന്ന് വെച്ചാൽ അമേരിക്കയിലെ ഒരു പട്ടാളത്തിലെ ഒരു ക്യാപ്റ്റനായിരുന്നു എൻ്റെ അച്ഛനായിട്ടുള്ള ആർതർ എച്ച് കെല്ലർ. പിന്നെ അമ്മയെക്കുറിച്ച് പറയുകയാണ്. ആൻഡ് മൈ മദർ കെയ്റ്റ് ആദംസ് വാസ് ഹിസ് സെക്കൻഡ് വൈഫ് ആൻഡ് മെനി ഇയേഴ്സ് യങ്. അപ്പം ഈ ഹെലൻ കെല്ലറുടെ ഫാദർ കല്യാണം കഴിക്കുന്നത് സെക്കൻഡ് മാരേജിലാണ്. അതിന് മുമ്പ് പുള്ളിക്ക് മറ്റൊരു ബന്ധമുണ്ടായിരുന്നു. അപ്പം സെക്കൻഡ് മാരേജിൽ ഉണ്ടായ ഈ കുട്ടിയാണ് ഹെലൻ കെല്ലർ. അതുകൊണ്ട് സെക്കൻഡ് മാരേജ് ആണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഹെലൻ കെല്ലറിൻ്റെ അച്ഛനേക്കാളും അമ്മയ്ക്ക് ഒരുപാട് പ്രായം കുറവായിരുന്നു. കാരണം ആദ്യ ഭാര്യയുടെ വേർപാടിന് ശേഷം അല്ലെങ്കിൽ ആദ്യ കല്യാണത്തിന് ശേഷം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഹെലൻ കെല്ലറുടെ അമ്മയെ കല്യാണം കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹെലൻ കെല്ലറുടെ അമ്മ ഫാദറിനെ അപേക്ഷിച്ച് വളരെ ചെറുപ്പക്കാരിയും അതുപോലെ തന്നെ ഒരുപാട് വർഷങ്ങളിൽ ഏജ് ഡിഫറൻസ് ഉള്ള ആളും ആയിരുന്നു. ഐ lived up to the time of illness that deprived me of my sight and hearing in a tiny house consisting of a large square room and a small one in which the servant slept. I lived up to the time of the illness deprived me of my eyesight and hearing in a tiny house consisting of large square room and a small one in which the servant slept. അപ്പം ഞാൻ എൻ്റെ രോഗത്തിൻ്റെ അവസ്ഥ വരെ ഞാൻ ജീവിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഒരു ചെറിയ വീട്ടിലാണ്. അതിനാണ് പുള്ളിക്കാർ പ്രിസൺ ഹൗസ് എന്ന് പറയുന്നത്. ചെറിയ വീട്ടിലാണ് ജീവിച്ചിരുന്നത്. പിന്നെ ടൈനി ഹൗസ് എന്ന് വെച്ചാൽ ഒരു ചെറിയ ഹൗസ് കൺസിസ്റ്റിംഗ് ഓഫ് ലാർജ് സ്ക്വയർ റൂം എന്ന് പറഞ്ഞാൽ ചതുരത്തിലുള്ള റൂമുള്ള ഒരു ചെറിയ ഹൗസ്, ഒരു വീട്ടിലായി താമസിക്കുന്ന ആൻഡ് എ സ്മോൾ വൺ ഇൻ വിച്ച് സെർവൻറ്റ് സെപ്റ്റ് എന്ന് വെച്ചാൽ വേലക്കാരിക്കൊക്കെ കൊടുക്കുന്നവർ എന്ന് വെച്ചാൽ നമ്മൾ ഈ ചെറിയ ഔട്ട് ഹൗസ് ഉണ്ടാക്കും, ഒരു വലിയ മുറിയൊന്നും ഇല്ലാതെ ഒരു ചെറിയ റൂം അല്ലെങ്കിൽ ഒരു ചെറിയൊരു അടുക്കള അങ്ങനത്തെ ഒരു സെറ്റപ്പിൽ നമ്മൾ വേലക്കാരിക്കോ അല്ലെങ്കിൽ ഇങ്ങനെ സെർവൻസിനെയൊക്കെ താമസിപ്പിക്കാൻ വേണ്ടി വലിയ വലിയ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നൊരു പരിപാടിയാണ് ഔട്ട് ഹൗസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഔട്ട് ഹൗസ് സെറ്റപ്പിലാണ് ഹെലൻ കെല്ലർ അന്ന് വരെ താമസിച്ചിരുന്ന, അസുഖം വരുന്നത് വരെ. ഇറ്റ് ഈസ് എ കസ്റ്റം ഇൻ ദ സൗത്ത് ടു ബിൽഡ് എ സ്മോൾ ഹൗസ് നിയർ ദ ഹോം സ്റ്റഡ്. ഇപ്പം സൗത്തിൽ, അപ്പോൾ അമേരിക്കയിലൊക്കെയാണ് ഇത് ഭൂരിഭാഗവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇപ്പം ഇന്ത്യയിലും ഉണ്ട്, ഇപ്പം എല്ലാ രാജ്യത്തും തന്നെ ഇങ്ങനെ ഉണ്ട് ഔട്ട് ഹൗസുകൾ. അപ്പോൾ അമേരിക്കയിലെ ഒരു സ്പെഷ്യാലിറ്റിയാണ്, അമേരിക്കയിലെ സൗത്ത് പാർട്ടിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ് ഒരു കസ്റ്റമാണ്. കസ്റ്റം എന്ന് വെച്ചാൽ ആചാരം. ആ ഭാഗത്തൊരു ആചാരമാണ് എന്ന് വെച്ചാൽ അവരുടെ ഒരു സ്റ്റൈലാണ് ഇങ്ങനെ ഒരു ചെറിയ വീട് അവരുടെ ഒറിജിനൽ വീടിനോട് ചേർന്ന് തന്നെ നിർമ്മിക്കുക എന്നുള്ളത്. ആസ് ആൻ ആനക്സ് ടു ബി യൂസ്ഡ് ഓൺ ഒക്കേഷൻസ്. ആസ് ആൻ ആനക്സ് എന്ന് വെച്ചാൽ ഇപ്പം വേണമെങ്കിൽ ഇങ്ങനെ ഒഴിവ് കാലത്തോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഒരു സ്പെഷ്യൽ സിറ്റുവേഷൻ, ഗസ്റ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ ഇതുപോലെ ഈ സെർവൻറ്റിനെ താമസിപ്പിക്കുക, ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ താമസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു സ്മോൾ ഹൗസ്. അത് അമേരിക്കയിലൊക്കെ എന്നും തന്നെ കാണുന്ന ഒരു കാഴ്ചയായിരുന്നു. സച്ച് എ ഹൗസ് മൈ ഫാദർ ബിൽറ്റ് ആഫ്റ്റർ ദ സിവിൽ വാർ. അപ്പം സിവിൽ വാറിന് ശേഷമാണ് എൻ്റെ ഫാദർ അങ്ങനെയൊരു വീട് നിർമ്മിച്ചത്. ആൻഡ് വെൻ ഹി മാരിഡ് മൈ മദർ ദേ വെന്റ് ടു ലീവ് ഇൻ ഇറ്റ്. ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി കവേർഡ് വിത്ത് വൈൻസ്. അപ്പോൾ അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ആയിരുന്നു, ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി കവേർഡ് വിത്ത് വൈൻസ്. വൈൻസ് എന്ന് വെച്ചാൽ മുന്തിരി വള്ളികൾ. അപ്പം ഇതിനെ ഫുള്ളായിട്ട് മുന്തിരി വള്ളികൾ കവർ ചെയ്ത് കിടന്നിരുന്നൊരു വീടാണ്. പിന്നെ ക്ലൈമ്പിംഗ് റോസസ് ആൻഡ് ഹണി സൈക്കിൾസ്. അതുപോലെ തന്നെ അതിന് ചുറ്റും ഇങ്ങനെ മരത്തെ കൂടെ കയറുന്ന തരത്തിലുള്ള റോസാ ചെടികൾ, അല്ലാതെ ഇവിടെ ചെടി നടന്ന കൂട്ടല്ല, മരത്തെ കൂടെ കയറി വളരുന്ന തരത്തിലുള്ള റോസാ ചെടികൾ, അതുപോലെ തന്നെ ഹണി സൈക്കിൾസ് ഒക്കെ ഉണ്ടായിരുന്നു. ഫ്രം ദ ഗാർഡൻ ഇറ്റ് ലുക്ക്ഡ് ലൈക്ക് ആൻ ആർബർ. ദ ലിറ്റിൽ പോർച്ച് വാസ് ഹിഡൻ ഫ്രം വ്യൂ ബൈ എ സ്ക്രീൻ ഓഫ് യെല്ലോ റോസസ്. അതുപോലെ തന്നെ ഈ ഹൗസിൻ്റെ പോർച്ച് അത് മഞ്ഞ റോസാ പുഷ്പങ്ങളാൽ മൂടിയിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് ആ പോർച്ച് ശ്രദ്ധിക്കപ്പെടുകയില്ല. ആൻഡ് സദേൺ സ്മൈലാക്സ്. റോസാ ചെടികൾ മാത്രമല്ല സദേൺ സ്മൈലാക്സ് എന്ന് പറയുന്നത് അത് അമേരിക്കയിൽ കാണപ്പെടുന്ന ഒരു
പുഷ്പമാണ്. അമേരിക്കയുടെ സൗത്ത് പാർട്ട് കാണപ്പെടുന്ന ഒരു ചെടിയാണ് സ്മൈലാക്സ് എന്ന് പറയുന്നത്. നമ്മൾ ഈ റോസാപ്പൂ പോലെ തന്നെ. അപ്പം ഈ റോസാപ്പൂക്കളാലും ഈ സ്മൈലാക്സാലും ഒക്കെ മൂടിക്കിടന്നിരുന്നു ഈ പോർച്ച്. അതുകൊണ്ട് തന്നെ ഈ ചെടികളും ഇങ്ങനെ മുന്തിരിവള്ളികളും ഒക്കെ കൊണ്ട് ഈ വീടും പോർച്ചൊന്നും പെട്ടെന്ന് ആളുകളുടെ ശ്രദ്ധയിൽ കാണപ്പെടുന്ന പോലെ ആയിരുന്നില്ല. ഇറ്റ് വാസ് ദ ഫേവറേറ്റ് ഹോണ്ട് ഓഫ് ഹമ്മിങ് ബേർഡ്സ് ആൻഡ് ബീസ്. ഹമ്മിങ് ബേർഡ്സ് എന്ന് വെച്ചാൽ മൂളിപ്പാട്ടും പാടി നടക്കുന്ന പക്ഷികൾ, ഈ മൂളുന്ന സൗണ്ട് കേൾപ്പിക്കുന്ന പക്ഷികൾ. അതുപോലെ തന്നെ ബീസ്, തേനീച്ചയുടെ സൗണ്ട് നമുക്കറിയാം ഒരു മൂളൽ സൗണ്ടാണ്. ഹമ്മിങ് സൗണ്ട് എന്നാണ് തേനീച്ചയുടെ സൗണ്ട്. നമ്മൾ ഹമ്മിങ് സൗണ്ട് ഓഫ് എ ബീ. ബീ എന്ന് വെച്ചാൽ ഈച്ചകൾ. അപ്പം ഇങ്ങനെ ഇങ്ങനെ മൂളി നടക്കുന്ന പക്ഷികളുടെയും അതുപോലെ തന്നെ ഈച്ചകളുടെയും ഒക്കെ ഒരു ഫേവറേറ്റ്, ഒരു അവരുടെ ഒരു ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമായിരുന്നു, അവരുടെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിരുന്നു ഈ പറഞ്ഞ ഔട്ട് ഹൗസും അതിന് ചുറ്റുമുള്ള സറൗണ്ടിങ്സും. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ്. The Keller homestead where the family lived was a few steps from our little rose bower. The Keller homestead എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞ ഹെലൻ കെല്ലർ ഇപ്പം താമസിക്കുന്ന ഒരു ഔട്ട് ഹൗസിലാണ്. where the family lived